ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സാം. വേറെ സാമല്ല, സാമി എഫക്സ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് CMF വാച്ച് പ്രോ 2. ഒരു നീല കളറാണ്. അപ്പം ഈ വീഡിയോ സ്പോൺസർ ഇവനാണ്. അപ്പോൾ ഇവനാണ് നമ്മളെ വീഡിയോ ഒന്ന് സ്പോൺസർ ചെയ്തേക്കുന്നത്, അല്ലാതെ നത്തിങ് ഇല്ല. അപ്പം ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വാച്ചാണ്. വാച്ച് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് 3-4 ദിവസമായിട്ട് അവൻ്റെ മേടിച്ചിട്ട് ഉപയോഗിക്കുകയാണ്. വാച്ച് എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 സംതിങ് രൂപ അവൻ്റെ ആണ് ഈ വാച്ചിൻ്റെ കറക്റ്റ് വില എനിക്കറിയത്തില്ല. ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഫീച്ചറൊന്നും പറയണ്ട. ഫീച്ചർ പറയാനാണെങ്കിൽ 1.32 ഇഞ്ചിൻ്റെ അമോലഡ് ഡിസ്പ്ലേ ആണ്. പിന്നെ 100+ സ്പോർട്സ് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന, ഈ സ്പോർട്സ് ജിമ്മിലൊക്കെ പോണവരാണെങ്കിൽ ഉപയോഗം വരും. GPS ഇൻബിൽട്ട് സാധനമാണ്. GPS ഇൻബിൽട്ട് ആയിട്ടുണ്ട്. പിന്നെ 11 ദിവസത്തെ ബാറ്ററി ലൈഫൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെ ബാറ്ററി ലൈഫ് ഭയങ്കരമായിട്ട് തോന്നിയില്ല. ബാറ്ററി ലൈഫ് ഓക്കെയാണ്, 11 ദിവസമൊന്നുമില്ല. അതൊക്കെ ഒരു ഗിമ്മിക്കാണ്. 24/7 ഹെൽത്ത് മോണിറ്ററിങ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഈ വാച്ചൊന്നും കെട്ടിക്കൊണ്ടൊന്നും കിടക്കാറില്ല, അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്ക് ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ വാച്ചിൻ്റെ 5000 രൂപ എന്ന് പറയുന്ന ഒരു വില ഇച്ചിരി കൂടുതലാണ്. കാരണം ഒരു 5 രൂപയും കൂടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാംസങ്ങിൻ്റെ ഗാലക്സി 4 or 5 ഏതൊരു മോഡലുണ്ട്, അത് കിട്ടും. അത് ഇതിനെക്കാട്ടിയും വാല്യൂ ഫോർ മണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഫറിലൊക്കെ ചിലപ്പം നല്ല പ്രൈസ് റേഞ്ചിൽ കുറഞ്ഞു വരാറുണ്ട്. ബട്ട് ഇത് കോളിങ്ങും പരിപാടിയൊക്കെ നടക്കുമ്പം ഈ നോയിസ് ക്യാൻസലേഷനും പരിപാടിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. വാച്ച് വെച്ച് നമുക്ക് കോൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പം നല്ല കോൾ ക്വാളിറ്റിയൊക്കെ ഉണ്ട്. വാച്ച് ഓക്കെയാണ്. പക്ഷേ ഈ 5000 രൂപ വെച്ച് വലിയൊരു പ്രൈസ് അല്ലേ എന്ന് എനിക്ക് തോന്നി. കാരണം അമേസ്വിറ്റ് അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡിൻ്റെ ഒരുപാട് വാച്ച് നമുക്ക് ഒരു 5 രൂപ, 3 രൂപ, 4 രൂപ റേഞ്ചിൽ നല്ല വാച്ച് കിട്ടും. പിന്നെ നത്തിങ് തന്നെ വേണം. നത്തിങ്ങിൻ്റെ ഡൈ ഹാർട്ട് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വാച്ച് എടുക്കാം. നല്ല വാച്ചാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സൂപ്പർ വാച്ചാണ്. എന്തുകൊണ്ട് നത്തിങ് എടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറും ഡിസ്പ്ലേയും ഇതിൽ 60 Hz ആണ് ഡിസ്പ്ലേ. അതുകൊണ്ട് കണ്ടേ ഇതിൻ്റെ ഈ സൂചി കണ്ട ഓടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സൂചി ഇങ്ങനെ ഒഴുകിയാണ് പോകണം. അത് 60 Hz ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ സാധാ ലോക്കൽ വാച്ചൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഫ്രെയിം ഡ്രോപ്പ് തോന്നും. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ സ്മൂത്താണ് കേട്ടോ. അതാണ് വേണ്ട, നല്ല ബട്ടറി സ്മൂത്താണ് സാധനം. അപ്പം അതുകൊണ്ട് അങ്ങനെ നോക്കിയെടുക്കുന്ന നത്തിങ്ങിൻ്റെ ഒരു, പിന്നെ ഹാപ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട് ഇൻബിൽട്ട്. ഇങ്ങനെയൊക്കെ ആക്കുമ്പോഴത്തേന് നല്ല ജിൽ ഇങ്ങനെ സംഭവം നമുക്ക് ഇങ്ങനെ കയ്യിൽ അറിയാൻ പറ്റും. നമ്മളെ ഫോണൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേന് വരുന്ന ഹാപ്റ്റിക്സ് ഉണ്ടല്ലോ, അതുപോലെ. പിന്നെ ഇതിൻ്റെ ചാർജറാണ് എനിക്ക് ഒട്ടും അങ്ങോട്ട്. കാരണം നമ്മളൊരു ലോക്കൽ മീൻസ് കുറച്ച് പൈസ കുറവ് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ വാച്ച് ഇത്രയും നമ്മൾ 5000 രൂപയ്ക്കൊക്കെ ഒരു വാച്ച് മേടിച്ചിട്ട് ഇതിൻ്റെ വാച്ചിൻ്റെ പിന്നി വന്നിട്ടുണ്ട്. നോർമല് നമ്മൾ സാധാ ഒരു 2000, 1500 രൂപയ്ക്ക് ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ച് ഉണ്ട് എൻ്റെ കയ്യിൽ. അതിൻ്റെ പോലത്തെ പിന്നെ ഈ പിന്നൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്ത് പോലുമില്ല, വലിയ പാടാണ്. നേരെ മറിച്ച് നമുക്ക് നമ്മുടെ മാഗ്നറ്റ് പോലത്തെ ചാർജർ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പാടാണ്. പിന്നെ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഓൾവേസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു 5000, 6000 രൂപയ്ക്കകത്ത് ഒരു വാച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മസ്റ്റായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ബട്ട് ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും ഇല്ല. ഓക്കെ, ഈ പൈസക്ക് ഓക്കെ. കോൾ ക്വാളിറ്റി ഉണ്ട്. വാച്ചിനെ സംബന്ധിച്ച് ഈ കോൾ ക്വാളിറ്റി ഒക്കെ പറയുന്നത് സകലം ഉടായ്പാണ്. പക്ഷേ ഇത് ഓക്കെയാണ് കേട്ടോ. അതായത് ഒരുപാട് വാച്ച് നോക്കിയിട്ടുണ്ട്, ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം കൂട്ടുകാരുടെ ആയാലും എൻ്റെ ആയാലും ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കോൾ ക്വാളിറ്റി ഓക്കെയാണ് കേട്ടോ. അത് നമ്മളിനി റൂമിൽ ഇരുന്ന് വിളിച്ചുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, അത്യാവശ്യം നല്ല കോൾ ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് പറയുന്നത്, ഒരു മൊത്തത്തിൽ പറയുവാണെങ്കിൽ വാച്ച് ഒരു 100 മാർക്കിലൊരു 90 മാർക്ക് ഞാൻ കൊടുക്കും.
ബാക്കി ഒരു 10 മാർക്ക് അത് പലരുടെയും ഡിപ്പെൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ കൂടെ ഒരു 5000 രൂപ ഇട്ട് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഞാൻ പറഞ്ഞ വാച്ച് കിട്ടും. അത് ചിലപ്പം ഇപ്പോൾ ഓഫറിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 8 രൂപ റേഞ്ചിലാണ്ടൊക്കെ വരുമെന്ന് തോന്നുന്ന വാച്ച്. അപ്പോൾ അത് മേടിക്കുന്നതായിരിക്കും നല്ലത്. സാംസങ് ഫാൻസ്, ഡൈഹാർട്ട് ഫാൻസ്. പിന്നെ അത് വെയർ ഓയിസ് ആണ്, ഇത് സാധാ നത്തിങ്ങിൻ്റെ ഓയിസ് ആണ്. ആപ്സ് ഒന്നും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റില്ല. സാധാ അവർ തന്നേക്കുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെ കുറച്ച് പോരായ്മകളുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. അത് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയോണ്ടാണ്. നമുക്കെല്ലാം പരിഹരിക്കാം. നിങ്ങൾ ഡു സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്, അതാണ് വേണ്ടിയത്. നിങ്ങൾ ഇപ്പം എനിക്ക് 310 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പക്ഷെ ഇവരാരും എൻ്റെ വീഡിയോ കാണുന്നില്ല. 100 110 ഒക്കെ പോകുന്നുള്ളൂ. ചില വീഡിയോ ഒക്കെ വ്യൂസ് കയറുന്നുള്ളൂ. എല്ലാവരും വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ലൈക്കും കൂടെ ചെയ്യുക. ഇപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും. അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്താൽ ചാനൽ വലുതാവും. 1K സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ആഗ്രഹം. അതിന് മേലോട്ടൊന്നും ആഗ്രഹമില്ല. അപ്പോൾ അതാണ് ക്രൈറ്റീരിയ. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഓട്ടോമാറ്റിക് ദൈവം സഹായിച്ച് കയറി പോണെങ്കിൽ പോട്ടെ. അപ്പം 1K സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ക്രൈറ്റീരിയ. അത് കഴിയണം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ആടി കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഇതിൻ്റെ ഇൻഡെപ്ത് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ ഇൻഡെപ്ത് റിവ്യൂ ഒന്നുമില്ല, ഇത് തന്നെയാണ് ഇൻഡെപ്ത് റിവ്യൂ. നിങ്ങൾക്കൊരു 5000-6000 രൂപ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കാം. നിങ്ങൾക്ക് ഒരു 10 രൂപ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ സാംസങ്ങിൻ്റെ വാച്ച് ഡു ഫോർ ദാറ്റ്. അതിനകത്തോട്ട് പോകണമായിരിക്കും നല്ലത്. പിന്നെ ഇതേ സ്ട്രാപ്പൊക്കെ നമുക്ക് അധികം പൈസയൊന്നും ഇല്ല. നമുക്ക് സ്ട്രാപ്പ് അധികം പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ വലിയ ചീപ്പൊന്നും അല്ല, നല്ല പൈസയൊക്കെ ഉണ്ട്. മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാപ്പ് ഇതിൻ്റെ പുറത്ത് നമുക്ക് ഈ കവർ മാഗ്നറ്റാണ്. ഇത് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വേറെ കവറിടാം. ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക, തിരിക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. എനിക്ക് പണ്ടൊരു വാച്ച് ഉണ്ടായിരുന്നു കേട്ടാ. അത് ഞാൻ പിന്നെ കിട്ടിയതിന് ശേഷം അറിയുന്ന ലേഡീസ് വാച്ചാണ്. ഇനി ഇങ്ങനെ കളറൊക്കെ മാറ്റിയിടാൻ പറ്റില്ല, ലെതറൊക്കെ മാറ്റിയിടാൻ പറ്റുന്നൊരു വാച്ച് ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ ഇത് തിരിക്കി ഇളക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അതാണ് സത്യം പറഞ്ഞ ഓർമ്മ വന്നത്. ഇങ്ങനെ തിരിക്കി ഇളക്കിയിട്ട് ഗൾഫിൽ നിന്നൊക്കെ പണ്ട് കൊണ്ടുവരുന്നത്. നിങ്ങളാരെങ്കിലും വീട്ടിലുണ്ടോ? ഇങ്ങനെ ഇളക്കി മാറ്റിയിട്ട് സ്ട്രാപ്പ് ഇങ്ങനെ ഒരു പെട്ടിയുണ്ട്. പെട്ടിയിൽ നിന്ന് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ഇത് നമുക്ക് തിരിക്കി ഇളക്കി മാറ്റിയിട്ട് ഡ്രസ്സിൻ്റെ കളറിൽ ഇട്ടുകൊണ്ട് നടക്കാം. പിന്നെയാണ് അറിയുന്നത് ഗേൾസിൻ്റെ വാച്ചാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു 5000 രൂപ 5500 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല വാച്ചാണ്, നല്ല OS ആണ്. ഒരുപാടൊന്നും പ്രതീക്ഷിക്കല്. വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും മാത്രമേ വരത്തുള്ളൂ. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എല്ലാം നോട്ടിഫിക്കേഷനേ വരൂ. അപ്പോൾ നോർമൽ കോൾ ഇതിൽ നിന്ന് ചെയ്യാം. ഫോൺ വേണം കയ്യിൽ. ഈ LT സപ്പോർട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ വാച്ചിൻ്റെ പെട്ടി ഇതാണ്. പെട്ടിക്കകത്ത് ഒരു കേബിളുണ്ട്. പിന്നെ ആരും വൈകാത്ത ഒരു നോട്ട്ബുക്കും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ വാച്ചിൻ്റെ ചാർജറാണ്. ഇത് പോയി കഴിഞ്ഞാൽ ത്രികോണ മധ്യയാവും. അപ്പം വാച്ച് മേടിക്കുന്ന ഒരു ചാർജർ മസ്റ്റായിട്ട് സൂക്ഷിക്കുക. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനെ പോലെ ചാർജർ ഫോണും ഒന്നും സൂക്ഷിക്കില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിയാതിരിക്കുക. വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ത്രികോണ മധ്യേ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും സ്റ്റേ സേഫ്. ബൈ.